ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാസ്തേൻ്റെ റെസിപ്പിയാണ്, വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പാസ്തക്ക് എത്രയാണ് വേണ്ടത് അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പാസ്ത ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ ഇതാ ഞാൻ സ്പൈറൽ ഷേപ്പിലുള്ള പാസ്തയാണ് കേട്ടോ എടുത്തത്. ഞാനിത് 3 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിലാണ് മെഷർ ചെയ്തിട്ടുള്ളത്. ഇത് 3 ആൾക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ആ വെള്ളയിലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വെള്ളത്തിലേക്ക് പാസ്തയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാസ്ത ഉണ്ടല്ലോ, നല്ലോണം കുക്കാനും പാടില്ല, പിന്നെ തീരെ വേവാതെയും അങ്ങനെയും പാടില്ല. കറക്റ്റ് കുക്ക് ഉണ്ടല്ലോ അങ്ങനെയാണ് ആക്കിയെടുക്കേണ്ടത്. പിന്നെ ഓവർ കുക്കായി പോയി കഴിഞ്ഞാൽ നമ്മളിത് ക്രീമിലെല്ലാം ഇടുന്ന സമയത്ത് ഉടനെ പോവും. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് വെന്ത് വന്ന സമയത്ത് ഞാനിത് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് എൻ്റെ മേലെ ഒന്ന് എന്താ പറയുക നോർമൽ വാട്ടറിലൊന്ന് വാഷ് ചെയ്തെടുത്താണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് കേട്ടോ വേണ്ടത്. ഞാനിത് 1.5 കപ്പിലും അങ്ങനെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ. നമ്മളതിലിപ്പോൾ പൗഡർ ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാനിതിപ്പോൾ ക്രഷ് ചെയ്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കനിലും നമുക്ക് എത്രയാണോ എടുക്കാൻ ഇഷ്ടം അങ്ങനെ എടുക്കാം കേട്ടോ. ചിക്കൻ്റെ അളവ് കൂട്ടിയും കുറക്കലും ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ച് അങ്ങനെ എടുത്താണ്. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയൊന്നും വേണ്ട കേട്ടോ, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ബട്ടറിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഒന്ന് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ബട്ടർ ഒന്ന് കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബട്ടറിലും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറേ ഒന്ന് മാറിപ്പോൾ. ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലെങ്കിൽ നമുക്കിത് ബോയിൽ ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ഇതിപ്പം ബട്ടറിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ. പിന്നെ ഈ ചിക്കനിൽ ഇറങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു വെള്ളയിലുണ്ടല്ലോ അതൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലെല്ലാം ആകുമ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി ഇതാ നമുക്ക് പാസ്തക്ക് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം. ഞാൻ ഈ വലിയ പോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. നമുക്ക് ഏത് ബട്ടർ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതാ ബട്ടറിലൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബട്ടർ കരിയാണ്ട് നോക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ വെളുത്തുള്ളിയെല്ലാം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഈ ഒരു പൊടിയെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഫ്ലെയിമിലൊന്ന് കുറച്ച് വെക്കണം കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും മൈദ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 3 കപ്പ് പാലാണ് കേട്ടോ. 3 കപ്പ് അല്ലെങ്കിൽ 2.5 കപ്പെല്ലാം പാലെടുത്താൽ മതി. ഇനി ഈ ഒരു മൈദപ്പൊടിയെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പാലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് ഈ ഒരു മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള ഒരു പ്രയാസം കൊണ്ട് ഞാൻ കുറച്ചായിട്ടാണ് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഞാൻ 1 കപ്പ് മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസെല്ലാം ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് സാൾട്ടഡ് ബട്ടർ ചേർത്തിട്ടില്ലെങ്കിൽ ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഉപ്പൊന്നും ചേർക്കേണ്ട ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തീരെ ഉപ്പൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ തീരെ നമുക്കങ്ങനെ കഴിക്കാൻ അത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പങ്ങനെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതാ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു മൊസറല്ല ചീസെല്ലാം ഒന്ന് മെൽറ്റാകുന്നത് വരെ ഞാനിതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച പാസ്തയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി പാസ്തയിലേക്കുണ്ടല്ലോ 2 ടീസ്പൂണ് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ക്രഷ് ചെയ്ത് ചേർത്തിനാലാണ് നല്ല ഒരു രസം ഉണ്ടാവല് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വാട്ടറി ആയിട്ട് കാണുന്നത് നോക്കണ്ട, ഇത് കുറച്ച് ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലെയിം മാക്സിമം കൂട്ടാണ്ട് നോക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ചീസെല്ലാം ഒന്ന് മെൽറ്റായിട്ട് ഇതൊന്ന് വെളിഞ്ഞ് വരുന്ന അങ്ങനെ ഉണ്ട്. പിന്നെ മിക്സാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, മെല്ലെല്ലാം അങ്ങനെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ എല്ലാം ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്ലൂ കളർ പോട്ടില്ലേ, അത് ഞാൻ കണ്ടിട്ട് ആ ഒരു കണ്ടപാടന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ശരിക്കും ഇതിൽ എന്തിട്ട് വെക്കുമെന്നൊന്നുമില്ല, ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണെല്ലാം ഒറിഗാനോ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോയും കൂടി ചേർത്തിട്ട് എന്താ പറയുക, നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ചൂടോടെ തന്നെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇത് എല്ലാവരും റെഡിയാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ആക്കിയപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോസും റെസിപ്പീസെല്ലാമായിട്ട് വരുന്നവരേക്കും. സീ ഓൾ.